ഭിന്നശേഷി സംവരണ വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി സംസാരിക്കുന്നതിലേക്ക് വന്നതിന് ശേഷം അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഭിന്നശേഷിക്കാരെ നിയമിക്കുന്നതിനായി മാറ്റിവച്ചിട്ടുള്ള തസ്തികകളിൽ അവരെ നിയമിക്കുന്നതിനുള്ള നടപടികൾ കോടതി വിധി പാലിച്ചുകൊണ്ട് മാനേജ്മെൻറ്റ് സ്വീകരിക്കേണ്ടതാണ്. ഭാവിയിൽ മാനേജ്മെൻറ്റ് നടത്തുന്ന എല്ലാ നിയമനങ്ങൾക്കും മേൽ സുപ്രീം കോടതി വിധി ബാധകമായിരിക്കും. ഭിന്നശേഷി നിയമനത്തിനായി ഇനിയും തസ്തികകൾ വിട്ടു നൽകാത്ത മാനേജർമാർ അടിയന്തരമായി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി തസ്തികകൾ വിട്ടു നൽകേണ്ടതാണ് എന്ന് കർശന നിർദ്ദേശം നൽകുന്നു. എയ്ഡഡ് സ്കൂളിൽ യോഗ്യതയുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത് നിയമിക്കുന്നതിനായി പകരം 10-11 പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ജില്ലാതല സമിതികളുടെ രണ്ടാം ഘട്ട പ്രവർത്തനം അടിയന്തര അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള കർശന നിർദ്ദേശം നൽകുന്നു. മുൻഗണനയായിട്ട് എയിൽ പറഞ്ഞിട്ടുള്ള നിയമനാംഗീകാരം പ്രപ്പോസലുകൾ തീർപ്പാക്കുന്നതിനും ചുവടെ ചേർക്കുന്ന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഓരോ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്നിവരുടെ കീഴിലുള്ള സ്കൂളുകളിലെ നിയമനാംഗീകാരം പ്രപ്പോസലുകൾ സർക്കാരും വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകളുടെ മാർഗ്ഗനിർദ്ദേശങ്ങളും അടിസ്ഥാനത്തിൽ പരിശോധിച്ച് 2 ആഴ്ചക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. 4/3/2026 അതിനുശേഷവും തീർപ്പാക്കാത്ത കേസുകൾ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നേതൃത്വത്തിൽ അദാലത്തുകൾ നടത്തി 1 ആഴ്ചക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. 12/3/2026 പിന്നെയും അവശേഷിക്കുന്ന കേസുകളുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ അദാലത്ത് സംഘടിപ്പിച്ച് 1 ആഴ്ചക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. അതിലും പരിഹാരം കാണാത്ത കേസുകളുണ്ടെങ്കിൽ ആയത് സർക്കാർ റിപ്പോർട്ട് ചെയ്യേണ്ടതും പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തലത്തിൽ പരിശോധിച്ച് 1 ആഴ്ചക്കകം തീർപ്പ് കൽപ്പിക്കേണ്ടതാണ്. ആഴ്ചയിൽ ഒരിക്കലുള്ള പുരോഗതി റിപ്പോർട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കാരിനെ അറിയിക്കേണ്ടതാണ്. ഇത് സംബന്ധിച്ച് വിശദമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറപ്പെടുവിക്കുന്നതാണ്. ഓക്കെ. ഈ കേട്ടറ്റ് യോഗ്യതയിലെ പ്രതിസന്ധി വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധമാണ്. എന്നാൽ പെട്ടെന്നൊരു മാറ്റം അധ്യാപകരെ ബാധിക്കുന്നതിനാൽ 2012 മുമ്പ് നിയമിക്കപ്പെട്ടവർക്ക് സർക്കാർ ഇളവ് നൽകിയിരുന്നു. എന്നാൽ 2025 സെപ്റ്റംബർ മാസം 1 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ഇത്തരം ഇളവുകളുടെ നിരാകരിക്കുകയും കേട്ടറ്റില്ലാത്തവരെ സർവീസിൽ നിന്ന് നീക്കണമെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തു. ഇത് 20,000-ഓളം അധ്യാപകരുടെയും അവരുടെ കുടുംബങ്ങളെയും ബാധിക്കുന്ന വിഷയമായി മാറി. കോടതി വിധി നടപ്പിലാക്കിക്കൊണ്ട് തന്നെ അധ്യാപകരെ സംരക്ഷിക്കാൻ സർക്കാർ വഴി കണ്ടെത്തിയിരിക്കുകയാണ്. വിധിപ്രകാരം 2 വർഷം കേട്ടറ്റ് പാസ്സാകാൻ സമയം നൽകുന്നുണ്ട്. ആ സമയം വരെ ശമ്പളമില്ലാതെ ജോലി ചെയ്യിപ്പിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അതിനാൽ 2 വർഷത്തിനുള്ളിൽ കേട്ടറ്റ് നേടണമെന്ന വ്യവസ്ഥയിൽ 2025 സെപ്റ്റംബർ 1 മുൻപ് നിയമനം ലഭിച്ചവരും സമാന യോഗ്യതകളായ നെറ്റ്, സെറ്റ്, MPhil, PhD എന്നിവ ഉള്ള എല്ലാവർക്കും ശമ്പള സ്കെയിലിൽ താൽക്കാലിക അപ്രൂവൽ നൽകുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ സ്ഥാനക്കയറ്റം സംബന്ധിച്ച് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശം നേടിയതിനു ശേഷം തീരുമാനം കൈക്കൊള്ളുന്നതാണ്. അതിൻ്റെ ഉത്തരവ് കേട്ടറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1/9/2025 പുറപ്പെടുവിച്ചിട്ടുള്ള വിധിന്യായത്തെ തുടർന്ന് സമാന യോഗ്യത, അതായത് സെറ്റ്, നെറ്റ്, MEd, MPhil, PhD ഉള്ളവരും 1/9/2025 മുൻപ് മാനേജർമാർ നിയമിച്ചിട്ടുള്ളവരും എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തവരുമായ അധ്യാപകരെ അവർ മറ്റു വിധത്തിൽ യോഗ്യതയുണ്ടെങ്കിൽ അവരുടെ നിയമന അംഗീകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള 2 വർഷത്തെ കാലയളവിനുള്ളിൽ പരാമർശം 5 പ്രകാരമുള്ള കേട്ടറ്റ് യോഗ്യത നേടണമെന്ന വ്യവസ്ഥയിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ വിഷയത്തിൽ സർക്കാർ ഫയൽ ചെയ്തിരിക്കുന്ന റിവിഷൻ പെറ്റീഷൻ്റെ ഉത്തരവിനും വിധേയമായിട്ടായിരിക്കും എന്ന വ്യവസ്ഥയിലും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമന അംഗീകാരവും നൽകേണ്ടതാണ്. അതായത് സുപ്രീം കോടതി വിധി വന്നതിന് മുമ്പുള്ള UID കുട്ടികളുടെ എണ്ണം, തസ്തിക സംരക്ഷണം. സ്കൂളുകളിൽ കുട്ടികളുടെ എണ്ണം കൃത്യമാക്കാൻ UID ആധാർ നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ ആധാർ കാർഡിലെ ചെറിയ തെറ്റുകൾ മൂലമോ അപേക്ഷ നൽകിയിട്ടും കാർഡ് ലഭ്യമാക്കാത്തത് മൂലമോ കുട്ടികളുടെ എണ്ണത്തിൽ ഉൾപ്പെടാതെ വന്നു. ഇത് തസ്തിക നഷ്ടപ്പെടുന്നതിലേക്കും അധ്യാപകർ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിലേക്കും നയിച്ചു. ആധാർ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരു അധ്യാപകൻ്റെയും ജോലി പോകരുതെന്ന് സർക്കാരിന് നിർബന്ധമുണ്ട്. അതുകൊണ്ട് 2025 ജൂലൈ 14 വരെ ആധാറിനായി അപേക്ഷിച്ച
EID ഉള്ള കുട്ടികളെയും തെറ്റുകൾ തിരുത്താൻ അപേക്ഷിച്ചവരെയും പരിഗണിച്ച് തസ്തിക പുനർനിർണ്ണയിക്കാൻ ഉത്തരവിട്ടു. ഇതിലൂടെ പുറത്തുപോയ പല അധ്യാപകരെയും തിരിച്ചെടുക്കാൻ സാധിക്കും. സുപ്രീം കോടതിയിൽ SLP ഫയൽ ചെയ്ത പറഞ്ഞല്ലേ ഞാൻ നമ്പർ അത് അതെ ഈ ഇപ്പോൾ ഇത് ബാധിക്കുന്നത് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് 293 മാനേജ്മെൻറ്റ് വരും. വ്യക്തിഗതമായിട്ട് വരുന്ന സിംഗിൾ മാനേജ്മെൻറ്റ് 1771 വരും. ആകെ 2064. അധ്യാപകർ 20-26 ഇടയിൽ വരും. അതൊരു അന്തിമ കണക്ക്, അത് ഡെയിലി വൈസും കൂടെ കണക്കാക്കേണ്ടി വരും. അതാണ് ഈ കണക്ക് പറഞ്ഞത്. ഈ നമുക്ക് നമ്മൾ കണക്കെടുത്ത് വന്നപ്പോൾ ഒരു 20,000 പുറത്ത് വരെ വരുന്നുണ്ട്. ഈ ഡെയിലി വേജസും കൂടെ മാനേജ്മെൻറ്റ് എണ്ണം കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് 293, വ്യക്തിഗത സിംഗിൾ മാനേജ്മെൻ്റ് ഉണ്ട് 1771, അങ്ങനെ ആകെ 2064. ഇത് റിപ്പോർട്ട് ചെയ്തവരുടെ കണക്കാണ്. എന്തോ എന്താ തോന്നുന്നത്? തിരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പല്ല, അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ട് ഉള്ള ഒരു കാര്യമാണ്. നിങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പിന്നെ കണ്ടാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ വിധി മറ്റ് മാനേജ്മെന്റുകൾക്ക് ബാധകമാകുന്നത്. പിന്നീട് ഒരു വിധി പോലും ഉണ്ടാവാതെ അങ്ങനെയാണെങ്കിൽ അന്ന് തന്നെ നടപ്പാക്കുമായിരുന്നല്ലോ. അല്ല, അത് സിമിലർ സൊസൈറ്റീസ് എന്ന് കൃത്യമായിട്ട് പറയില്ല. അല്ല, ഞങ്ങൾക്ക് കിട്ടിയ ഉപദേശം അനുസരിച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇല്ല, നമ്മളെന്തായാലും ഒരു ശരിയായ തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് എല്ലാവർക്കും ഇനി ഇതിനെ നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് യോജിച്ച് ഇത് നടപ്പിലാക്കി ഈ സാധാരണക്കാരായിട്ടുള്ള ഈ പാവങ്ങൾ രക്ഷപ്പെട്ടോട്ടെ. അങ്ങനെയുള്ള ഒരു സമയമല്ലേ എടുക്കുന്നത്. ഇനി വീണ്ടും എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള തെരഞ്ഞെടുപ്പൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ എത്രയോ പേർക്ക്, പത്രക്കാർക്ക് സംശയമുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സംശയമുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരെയും സംശയം തീർത്തുകൊണ്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തു, അത്ര തന്നെ. അതിൽ പെശ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക, നിങ്ങൾക്ക് എഴുതാം. പെശ ഇല്ലെങ്കിൽ നിങ്ങൾ സന്തോഷത്തോടെ നമ്മളെ പിന്തുണച്ച് നമുക്ക് ഒരു അഭിനന്ദനം നൽകുക. അതൊക്കെ നമ്മളെ മനുഷ്യരല്ലേ ചിലപ്പോൾ താമസിച്ചു പോകുന്നു. അപ്പം നമ്മളെ ഇപ്പോൾ അത് നമ്മളപ്പോൾ ഇപ്പോൾ ഇത് ഈ പിന്നെ അപ്പം തന്നാൽ പോരെ, കുഴി എണ്ണേണ്ട കാര്യമുണ്ടോ? അല്ല, അത് അത്ര ഉത്കണ്ഠപ്പെടേണ്ട ഒരു പ്രശ്നവുമില്ല. അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയല്ലേ നമ്മൾ കൊടുക്കാമെന്ന്. അത് തീരുമാനം അങ്ങനെ ഒന്നും പറയാൻ വേണ്ടി പറ്റില്ല. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമായിട്ടില്ല. നമ്മളത് ഇനി 2-3 ക്യാബിനറ്റ് ഉണ്ടാവുള്ളൂ. നോക്കട്ടെ എന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റുമെന്നുള്ളവരും. അല്ല, അവർക്ക് നമ്മൾ ശമ്പളം കൊടുത്തോണ്ടിരിക്കുകയല്ലേ, അതൊക്കെ വരും. ഇല്ലില്ല. റൈറ്റ്. NSS മാനേജ്മെൻറ്റിന് അനുവദിച്ച വിധി ആനുകൂല്യം മറ്റു മാനേജ്മെൻറ്റുകൾക്ക് നൽകുന്നതിനായി ഉള്ള തീരുമാനത്തിൽ ഉത്തരവ് പുറത്തിറങ്ങി ഭിന്നശേഷി അധ്യാപക സംവരണത്തിൽ എന്നാണ് ഇന്നിപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത്.